ഷെയ്ഖ് ഹസീനയെ മടക്കി അയക്കണമെന്ന് ഭാരതത്തോട് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശ്. ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ നിയമ നടപടി നേരിടണമെന്ന് കാട്ടിയാണ് ഇടക്കാല സർക്കാരിൻ്റെ കത്ത്. നയതന്ത്ര തലത്തിലുള്ള അപേക്ഷയിൽ ഭാരതത്തിൻ്റെ നിലപാട് നിർണായകമാകും. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ മടക്കി അയക്കണമെന്ന ആവശ്യവുമായാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇന്ത്യക്ക് കത്തയച്ചത്. ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ നിയമ നടപടി നേരിടേണ്ടതുണ്ടെന്ന് കത്തിൽ പറയുന്നു. നയതന്ത്ര തലത്തിൽ കത്തയച്ചിട്ടുണ്ടെന്ന് ഇടക്കാല സർക്കാരിലെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹീദ് ഹുസൈൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ ബംഗ്ലാദേശ് സന്ദർശനത്തിന് പിന്നാലെയാണ് ഹസീനയെ തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ട് കത്തയക്കുന്നത്. ഹസീന ഇന്ത്യയിൽ തുടരുന്നതിനെക്കുറിച്ചും മിശ്രയും ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസും ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യയിലുള്ള ഹസീന ബംഗ്ലാദേശ് സർക്കാരിനെതിരെ ചില പ്രസ്താവനകൾ നടത്തുന്നത് ആശങ്കാജനകമാണെന്നായിരുന്നു യൂനിസിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് അധികാരം നഷ്ടമായ ഷെയ്ഖ് ഹസീന ഓഗസ്റ്റ് 5 മുതൽ ഇന്ത്യയിൽ കഴിയുകയാണ്. 4 മാസം പിന്നിടുമ്പോഴാണ് ഹസീനയെ തിരിച്ചയക്കണമെന്ന ആവശ്യം ബംഗ്ലാദേശ് മുന്നോട്ട് വയ്ക്കുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ കൂട്ടക്കൊലയിൽ മുൻ പ്രധാനമന്ത്രിക്കും മന്ത്രിസഭാംഗങ്ങൾക്കും പങ്കുണ്ടെന്നാണ് ഇടക്കാല സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ജൂലൈ മുതൽ ബംഗ്ലാദേശിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി കുറ്റങ്ങൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ 200-ലേറെ കേസുകളാണ് ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശ് ചുമത്തിയത്. ഇതിൽ 179 എണ്ണം കൊലക്കുറ്റങ്ങളാണ്. ഈ കേസുകളിൽ വിചാരണ നടക്കാനിരിക്കെ ഷെയ്ഖ് ഹസീനയ്ക്ക് ശിക്ഷ വിധിക്കുകയെന്ന ലക്ഷ്യത്തിനായാണ് ബംഗ്ലാദേശ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. മനുഷ്യത്വത്തിനെതിരെയുള്ള കുറ്റം, വംശഹത്യ, തട്ടിക്കൊണ്ടുപോകൽ എന്നിവ ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ. ഇവയെല്ലാം ഇരു രാജ്യങ്ങളിലും കുറ്റകരമായതും പലതും 1 വർഷത്തിലേറെയോ വധശിക്ഷ വരെയോ ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ്. നയതന്ത്ര തലത്തിലുള്ള ബംഗ്ലാദേശിന്റെ വിട്ടയക്കൽ അപേക്ഷയിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും.